ഒരിക്കൽ ഗണപതി ഭഗവാൻ മഹാദേവനോട് ചോദിച്ചു, പിതാവേ, എന്നോട് ഒരു കാര്യം പറയൂ. എന്റെ മാതാവ് ഇത്ര സുന്ദരിയായി എപ്പോഴും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. അങ്ങ് എപ്പോഴും ജടാധാരിയും യോഗിയുടെയും വേഷത്തിലാണല്ലോ. എന്നിട്ടും എന്റെ മാതാവ് അങ്ങയെ എങ്ങനെ ഇഷ്ടപ്പെട്ടു? മഹാദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരിക്കൽ ഞാൻ നിന്റെ മാതാവിന് വേണ്ടി എന്റെ രൂപം മാറ്റിയിരുന്നു. പക്ഷേ നിന്റെ മാതാവിന് എന്നെ ഈ രൂപത്തിൽ കാണുന്നതാണ് ഇഷ്ടം. ഇത് കേട്ട് ഗണപതി ഭഗവാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പാർവതി ദേവിയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, മാതാവേ, പിതാവ് നല്ല വസ്ത്രങ്ങൾ ധരിച്ചാൽ മാതാവിന് പിതാവിനോട് സ്നേഹം തോന്നുകയില്ലേ? അപ്പോൾ പാർവതി ദേവി പറഞ്ഞു, നിന്റെ പിതാവ് ഏത് രൂപത്തിലായാലും എനിക്ക് സ്വീകാര്യമാണ് പുത്ര. ഇത് കേട്ടതിനു ശേഷം ഗണപതി ഭഗവാൻ അവിടെ നിന്ന് പോയി പുതിയ വസ്ത്രങ്ങളുമായി മഹാദേവന്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, പിതാവേ, എനിക്ക് വേണ്ടി ഈ വസ്ത്രങ്ങൾ ധരിക്കാമോ? മഹാദേവൻ ആ വസ്ത്രങ്ങൾ ധരിക്കാൻ സമ്മതിച്ചു. അങ്ങനെ മഹാദേവൻ ആ വസ്ത്രങ്ങൾ ധരിച്ചപ്പോൾ ഗണപതി ഭഗവാന് സങ്കടമായി. എന്നിട്ട് പറഞ്ഞു, അങ്ങ് വീണ്ടും പഴയ ജടാധാരി രൂപത്തിൽ തന്നെ വരൂ. അപ്പോൾ മഹാദേവൻ ചോദിച്ചു, എന്തുപറ്റി പുത്ര? ഞാൻ ഈ വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുന്നത് നല്ല ഭംഗിയോടെയല്ലേ? അപ്പോൾ ഗണപതി ഭഗവാൻ പറഞ്ഞു, ഈ വസ്ത്രങ്ങളിൽ അങ്ങ് മാതാവിനേക്കാൾ സുന്ദരനായി തോന്നുന്നു. എന്റെ മാതാവിനേക്കാൾ സുന്ദരനായി മറ്റാരും ഈ ലോകത്തിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. മഹാദേവന്റെയും മാതാ പാർവതിയുടെയും ഗണേശ ഭഗവാന്റെയും ഈ ചെറിയ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓം ഗൗരി ശങ്കരായ നമഃ. ഓം ഗം ഗണപതി നമഃ. ഹര ഹർ മഹാദേവ്.